വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. തമ്മിൽ എങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ കുറച്ച് പേരെ അടുത്ത് ചോദിച്ചാൽ ഇത്താ തമ്മിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ വേറെ ഒന്നിനും അല്ല ചെയ്യുന്നത്. ഞാൻ ക്യാൻവ എന്ന് പറയുന്ന ആപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. മുമ്പൊക്കെ എനിക്കറിയത്തില്ല, ഞാൻ ഇൻഷോട്ടിൽ അതിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്യാൻവയിലെ ആപ്പ് ഇത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അത് യൂട്യൂബ് തമ്മിലെന്നും പറഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ യൂട്യൂബ് തമ്മിലെന്നും പറഞ്ഞാണ് ബാനർക്ക് അതിൻ്റെ അകത്ത് തന്നെ ചെയ്യാം കേട്ടോ. തമ്മിലെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഡിസൈൻസൊക്കെ നമുക്ക് കാണിച്ച് തരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് സർച്ചിങ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താ ഫുഡ് അങ്ങനെ പലതും, കുക്കിംഗ്, ട്രാവലിങ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാൻ കാശ്മീരെന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സ്നോഡ പോലത്തെ തമ്മിലേക്ക് വന്ന്. അപ്പം നമ്മൾ കാണിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചെന്ന് റീപ്ലേസ് എന്ന് കാണിക്കും. അതെല്ലാം നിങ്ങൾക്ക് വേറെ ഡിസൈൻ ഉണ്ട്, താഴെ തന്നെ വരും. അങ്ങനെ അതിൽ നമുക്ക് ഫോട്ടോ നമ്മൾ ഗാലറി കയറി. അപ്പോൾ ഞാൻ ഇത് വലിച്ച് നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല, പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലെല്ലാം അതിനകത്ത് എഴുതിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കണക്ക് കാണിച്ചു തരാം. ഇപ്പം ഞാൻ സൂം ചെയ്ത് വെച്ച് കാണിച്ചു തരാം. ഇപ്പം 3 ഫോട്ടോ ഈ സൈഡിലുണ്ട്, ഫ്രണ്ടിൽ ആ ഒരു സൈഡിൽ വേറൊരു ഫോട്ടോ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റീപ്ലേസ് എന്നുണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഗാലറി ഓപ്പണായി വരും. അപ്പോൾ അതിൽ ഏത് ഫോട്ടോ വേണ്ടതെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത സ്ഥലത്ത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. റിപ്പീറ്റ് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. പിന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഫോട്ടോ നിങ്ങൾക്ക് ആഡ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എത്രയാണ് അത്രയും തന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്ന കണക്ക് കൊടുത്തിട്ടില്ല, അവിടെ ഞാനും എൻ്റെ ഇക്കായും തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത്, ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഗൂഗിളിൽ പോയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഒന്ന് അടിക്കുമ്പോഴത്തേ അതിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താണ് ഇതുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായി അതിൻ്റെ അകത്ത് കിട്ടും. നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഇനി കാശ്മീർ വ്ളോഗ് ഒന്ന് കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ആ ഒരു ഫോണ്ട് സ്റ്റൈല് വെച്ച് തന്നെ നമ്മൾ അടുത്തത് ഗുൽമർഗ് എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കാശ്മീർ വ്ളോഗ് ഒന്നുണ്ടോ, അതിൻ്റെ മേളിൽ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, അതങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കി. എന്നിട്ട് കാശ്മീർ വ്ളോഗ് എന്നതിൽ ഡിറ്റ് എന്ന് പറഞ്ഞ് താഴെ ഒരു ഓപ്ഷൻ വരും. നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യുന്നത് ഗുൽമർഗിൽ പോയ വീഡിയോ ആണിത്. അപ്പം ഗുൽമർഗ് എന്ന് മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, ഇതിൽ കൂടുതലൊന്നും എഴുതുന്നില്ല. ഇപ്പോഴത്തെ ഒരു മോഡൽ ഫുൾ നല്ല ഒരു വൃത്തിക്ക് ആ ഒരു ഇതിൽ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഗുൽമർഗ് എന്ന് മാത്രം ഞാൻ ടൈപ്പ് ചെയ്തതിന് ശേഷം സ്നോമാൻ്റെ ഇമോജിയും വെച്ച് ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കാണാൻ തന്നെ ഒരു വൃത്തിയുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ, സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മേലോട്ട് ഈ ആരോ അടക്കുന്നതിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, നമ്മൾ ഗാലറിയിൽ അത് ഓട്ടോമാറ്റിക് സേവ് ആയിക്കോളും. പിന്നെ നമ്മൾ ആ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ 2-3 പേരെ എൻ്റെ അടുത്ത് ചോദിച്ചതിൻ്റെ ഒരു ഇതിൽ ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ തമ്മിൽ. പിന്നെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളോട് കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പം ചിലപ്പോൾ ഇത് തമ്മിലായിട്ട് ഇടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഒന്ന് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. ബാനർ ചെയ്യുന്നതിന് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.